Hi all, welcome to One's Coaching Center. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. K2 എക്സാമിനേഷൻ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ എക്സാമിനേഷൻ എസ്പെഷ്യലി നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് സെമസ്റ്റർ 4 എക്സാമിനേഷൻ്റെ ഡിഫറെൻറ്റ് പേപ്പേഴ്സ്. അത് മെക്കാനിക്കല്ല, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ്, എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ റിവിഷൻ്റെ പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനാണ്. അല്ലേ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മാനുഫാക്ചറിങ് ഈ ഒരു ഏരിയയൊക്കെ അത്യാവശ്യം കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സപ്ലി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആക്ച്വലി പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു സ്കീമിനനുസരിച്ചുള്ള ആൻസർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കി കാണേണ്ടത്, എങ്ങനെയാണത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ക്ലിയർ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കോർ സബ്ജക്റ്റുകളാണ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത്, കോർ ആയിട്ടുള്ള പേപ്പേഴ്സാണ് അല്ലേ. സോ അത്തരത്തിലുള്ള പേപ്പേഴ്സിനെ ഒരു നല്ലൊരു ഓവർവ്യൂ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് അതിനെ ഒന്ന് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മിക്കവരും ഫെയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസിലേക്ക് വീണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫ്രീ യൂട്യൂബ് ചാനൽ സെഷൻസിനകത്ത് ഈ പറഞ്ഞ K2 സെഷൻ്റെ എസ്പെഷ്യലി സെമസ്റ്റർ 4-ലെ 2019 സ്കീം ഏറ്റവും പുതിയ റിവിഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നും ഓരോ ക്വസ്റ്റ്യൻ്റെയും എക്സ്പ്ലനേഷൻ വിത്ത് മൊഡ്യൂൾ വൈസ്. ഓക്കെ, അപ്പം ജനറൽ സെക്ഷൻ പാർട്ട് ചെയ്യാൻ ജനറൽ സെക്ഷനും അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് K2 സെമസ്റ്റർ 4 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് S4-നകത്തെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ സീരീസും കാണുക. നമ്മൾ എല്ലാം ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് അല്ലേ. ഒരു മൊഡ്യൂളിലൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ബേസിക്സ് സറൗണ്ടിങ്സ് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ മൊഡ്യൂൾ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് വൈസ് ആയിട്ടോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ എന്തായാലും നിങ്ങളത് മൊത്തം സീരീസും വാച്ച് ചെയ്യണമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവർവ്യൂവിലേക്ക് നമുക്ക് ആദ്യം പോകാം. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുക ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ബേസിക് കാര്യങ്ങളോ അതിൻ്റെ എന്താ പറയുക അതിനകത്ത് റൂൾസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വായിച്ച് നോക്കാറില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഏറ്റവും പുതിയ റിവിഷൻ 2019 സ്കീമാണ്. 2019 സ്കീമാണ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂലൈ 2021 ചോദിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് കോഡ് ME202 എന്ന് പറയുന്ന കോഡാണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ 2019 സ്കീം. നിങ്ങൾക്കറിയാം ഓരോ യൂണിവേഴ്സിറ്റികളും ഇത്ര വർഷം കൂടുമ്പോൾ അവരുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യും. സിലബസ് അതിനകത്തെ എന്താ പറയുക വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ ലെവലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നതനുസരിച്ച് ഓരോ ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യും. സബ്ജക്റ്റുകളുടെ രീതി അപ്ഡേറ്റ് ചെയ്യും. പല സബ്ജക്റ്റുകളുടെ അവർ നേരത്തെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും പുതിയ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ സബ്ജക്റ്റുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതിനെ ഓരോ സ്കീം എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും അറിയപ്പെടുന്നത്. റൂൾ ബേസ്ഡ് ആണ് അത് ആക്ച്വലി, മനസ്സിലാവുന്നല്ലോ. അപ്പോൾ 2019 സ്കീമിൽ ഒരു അപ്ഡേറ്റ് ചെയ്ത പ്രകാരമുള്ള സിലബസിന് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2019 സ്കീമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ 3 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ അതിൻ്റെ ആൻസർ എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 100 മാർക്സ് ആണ്. 100 മാർക്സ് അപ്രോക്സിമേറ്റ്ലി 45 മാർക്സ് ആണ് നമുക്ക് പാസ് മാർക്കായിട്ട് വേണ്ടത് അല്ലേ. പാസ് മാർക്ക് വേണ്ടത് 45 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 45 മാർക്ക് പ്ലസ് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു അലവൻസ് കൂടി നമുക്ക് മേടിക്കണമെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് നോക്കാം. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ടിലേക്ക് പോകാം. നമുക്ക് 2 പാർട്ടായിട്ടാണ് 2019 സ്കീമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ റാൻഡം ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ ഇപ്പോൾ 2 പാർട്ട്, നേരത്തെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുള്ള ഫോമിലായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻസ് തിരിഞ്ഞിട്ടുണ്ട്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ സെക്ഷനാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അതിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഏകദേശം 10 ക്വസ്റ്റ്യൻസ് അതിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്ക് വെച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പാർട്ട് എ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 മാർക്ക്. ഓക്കെ, അപ്പം 3 × 10 30 മാർക്കാണ് പാർട്ട് എയിൽ വരുന്നത്. ഈ പാർട്ട് എ എന്ന് പറയുന്ന സെഷൻ ജനറലൈസ്ഡ് ടോപ്പിക്കാണ്. ജനറലൈസ്ഡ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് പ്രകാരം മൊഡ്യൂൾ 1 തൊട്ട് 5 മൊഡ്യൂളാണ്. മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 5 വരെയുള്ള എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വേണമെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു 1 minutes 2 minutes കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നിട്ടുള്ള പ്രോബ്ലവും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി അവരെ തിയറി സെക്ഷൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും ഈ ഒരു സെഷൻ ഒന്ന് എന്താ പറയുക ഇത് കിട്ടണമെങ്കിൽ എല്ലാ മൊഡ്യൂളും കവർ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ മൊഡ്യൂളും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് ക്യാരി ചെയ്യാനുള്ളൊരു മാർക്ക് കിട്ടുള്ളൂ.
ഓക്കെ, കാരണം എല്ലാ മൊഡ്യൂളിനും ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 5 വരെ റാൻഡം ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ബേസിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ജനറലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ജനറൽ ടോപ്പിക്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 10 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്ന മാർക്ക് 3 മാർക്ക് വെച്ച് 30 മാർക്കാണ് പാർട്ട് എയിലുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്ത സെഷൻ എന്ന് പറയുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബി സെക്ഷൻസിൽ പാർട്ട് ബിയുടെ സെഷൻ്റെ പ്രത്യേകത വെച്ചാൽ ആൻസർ 1 ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 14 മാർക്ക് എന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ വൈസ് ആണ്, അതായത് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻസ് അവർ പ്രത്യേകം തരും. മൊഡ്യൂൾ 1 എന്ന് എടുത്ത് മെൻഷൻ ചെയ്ത് തന്നെയാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് പ്രകാരം മൊഡ്യൂൾ 1 എന്താണോ ആ മൊഡ്യൂൾ 1 2 ഫുൾ ക്വസ്റ്റ്യൻ അവർ തരും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടോ, ഇത് മൊഡ്യൂൾ 1 രണ്ട് ക്വസ്റ്റ്യൻ ആണ്. 11, 12, ക്വസ്റ്റ്യൻ നമ്പർ 11ഉം ക്വസ്റ്റ്യൻ നമ്പർ 12ഉം രണ്ട്. ഈ ഫുൾ ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് 11നകത്ത് സബ് പാർട്സ് ഉണ്ട്, എ ബി അങ്ങനെ പാർട്ടുണ്ട്, 12നകത്ത് എ ബി മേ ബി സി അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, ഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 11 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ബി ആൻസർ 11A, 11B, 11C എക്സെട്ര അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഫുൾ ആൻസർ ചെയ്യാം. 12 ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും, എയ്തർ 11 or 12. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കാണ്. 7+7 രണ്ട് ക്വസ്റ്റ്യൻ വെച്ചാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് ചെയ്ത് 7+7 തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ വേണം പറയാൻ പറ്റില്ല, കാരണം 3 ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് വരാം. എനിവേ ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കാണ്. ഓക്കെ, അപ്പം 11, 12നകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ മൊഡ്യൂൾ 2നകത്തും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 13AB, 14AB-കകത്ത് 14 മാർക്ക് വെച്ചുള്ള ഇതിലെ 13ഓ 14ഓ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 അങ്ങനെ 5 മൊഡ്യൂളിലെ പാർട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 × 5 70 മാർക്കാണ്. ഇത് 70 പ്ലസ് പാർട്ട് 30 മാർക്ക് ചേരുന്നതാണ് 100 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ഇതിനകത്ത് വരുന്ന കേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഭാഗം, ഒരു മൊഡ്യൂളിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ ആ വിട്ടുപോകുന്ന ഭാഗത്തിന് കറസ്പോണ്ടിങ് ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ വിട്ടുപോയി, കാരണം മൊഡ്യൂൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മൊഡ്യൂളായിട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ മാർക്ക് ക്യാരി ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ആ ഒരു രീതിയിലാണ് ഇത്തവണത്തെ അല്ലെങ്കിൽ 2019 സ്കീമിനകത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ രീതികളൊന്ന് പറഞ്ഞുതരാം. ഈ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞു. പാർട്ട് ബിയിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഒരു 40% തിയറിയും 60% പ്രോബ്ലം, ചില സമയങ്ങളിൽ മാത്രം 50-50 ഒരു 1:1 റേഷ്യോ പോലെ ഒരു ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈക്വലൻ്റ് പ്രൊപ്പോർഷനിൽ തിയറിയും ഈക്വലൻ്റ് പ്രൊപ്പോർഷനിൽ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. മോസ്റ്റ് പ്രോബ്ലി അവർ ചോദിക്കുന്നത് 40-60 റേഷ്യോ ആണ്. 40% തിയറിയും 60% എന്താണ് പ്രോബ്ലം വരുന്ന രീതിയിൽ ചില സമയങ്ങളിൽ മാത്രമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് പാർട്ട് ബിക്കകത്തെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എ പാർട്ട് ചിലപ്പോൾ തിയറി ആയിരിക്കും, ബി പാർട്ട് പ്രോബ്ലം ആയിരിക്കാം. ഈ തിയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ തിയറി, അതായത് ഡെറിവേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻസ് വരുന്ന രീതി നമ്മൾ തിയറി എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെയാണ് പെടുത്തുന്നത്. ചിലർക്ക് ഡെറിവേഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഏത് സെക്ഷന് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക. അതുപോലെ ഡെറിവേഷൻ ഒക്കെ എഴുതുമ്പോൾ വെറുതെ ജസ്റ്റ് കുറേ ഇക്വേഷൻസ് വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, അത് എഴുതുന്ന ഒരു മെത്തേഡ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണ്. പിന്നെ പ്രോബ്ലംസ്, പിന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്താലായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു ഇത് വരുന്നത്. അപ്പം നിങ്ങൾ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ മനസ്സിലാവും. തിയറി വേഴ്സസ് പ്രോബ്ലം സെഷനായിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഈക്വൽ പ്രൊപ്പോർഷനിലോ ചിലപ്പോൾ 40:60 റേഷ്യോയിലാണ് ചോദിക്കുന്നത്. എനിവേ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ള രീതികളൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 2 പാർട്ടാണ്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്ത മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്ക് വെച്ച് 30 മാർക്കാണ്. നമുക്ക് അവിടെ മാക്സിമം അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് പാസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ദെൻ പാർട്ട് ബിക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള മൊഡ്യൂൾ അനുസരിച്ച് ഏതാണ് 3 മൊഡ്യൂളോ 4 മൊഡ്യൂളോ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് ക്യാരി ചെയ്യുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും പാസ് മാർക്ക് കിട്ടും. ഒരു എസ് ഗ്രേഡ് ഒ ഗ്രേഡ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ 5 മൊഡ്യൂളും നന്നായിട്ട് തന്നെ, അല്ലെങ്കിൽ എസ് ഗ്രേഡോ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ഹൈ ഗ്രേഡ് ഓപ്ഷൻസ് പ്രതീക്ഷിക്കുന്ന ആൾ ഒരിക്കലും മൊഡ്യൂൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ചാൻസസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹൈ മാർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ആയിരിക്കും. കാരണം പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 5 മൊഡ്യൂളും സെപ്പറേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 5 മൊഡ്യൂളും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ.
ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പാർട്ട് എ ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ 2019 ജൂലൈ 21 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്ത വീഡിയോസിൽ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഏകദേശം ആ ഒരു ചാപ്റ്ററിൻ്റെ ഏരിയ അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്ത രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ നമ്മുടെ പാർട്ട് എ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് എയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയിലെ 3 മാർക്ക് വെച്ചാണ് 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഇൻ തെർമോഡൈനാമിക്സ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് എഴുതുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ്റെ മാർക്ക് 3 മാർക്കാണ് അല്ലേ. 3 മാർക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3+1 അഡീഷണൽ പോയിന്റ്സ്, 3+1 പോയിന്റ്സ്, മിനിമം 3+1 പോയിന്റ്സ് അതിൽ, അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. ഈ 2 പോയിന്റ്സ് വരുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സാമ്പിൾസോ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവർ ഈ വാല്യുവേഷൻ നടത്തുന്ന ആൾക്കാരുടെ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് വൈസ് ആണ്. അവരുടെ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ, എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വാട്ട് യു മീൻ ബൈ മൈക്രോസ്കോപ്പിക്, വാട്ട് യു മീൻ ബൈ മാക്രോസ്കോപ്പിക് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ 2 പോയിന്റ്സ് അവിടെ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ കൂടെ ഇൻ അഡീഷൻ ടു ദിസ് ഡെഫിനിഷൻ എന്താണ്, രണ്ടിനും ഓരോ എക്സാമ്പിൾസും കൂടി കൊടുത്താൽ നമുക്ക് ആ 3 മാർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ? ഒരു തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് ഏറ്റവും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിനെ ഓവർവ്യൂ ചെയ്യാനുള്ള, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനുള്ള, അനലൈസ് ചെയ്യാനുള്ള 2 മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് എന്ത്, മൈക്രോസ്കോപ്പിക് അനാലിസിസും മാക്രോസ്കോപ്പിക് അനാലിസിസും. ആ വേർഡ് തന്നെ ഉണ്ട്. മൈക്രോ മീൻസ് സ്മോൾ അല്ലെ, മാക്രോ മീൻസ് ബിഗ് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ. എന്താണ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പിക് അനാലിസിസ് എന്താണ്? ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് എ ഗ്യാസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ സമ്മിങ് അപ്പ് ഓഫ് ബിഹേവിയർ ഓഫ് ഈച്ച് മോളിക്യൂൾ. നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫ്ലൂയിഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്താലും ശരി, ഒരു കണ്ടെയ്നറിനകത്ത് കുറേ ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന് വിചാരിക്കുക. ഈ ഗ്യാസ് എന്തെങ്കിലും ഒരു വേരിയേഷൻസ്, ഒരു ടെമ്പറേച്ചർ വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും ഇവിടെ റാൻഡം കൊളീഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഗ്യാസ്, ആ കണ്ടെയ്നർ വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, റൈറ്റ് ആണല്ലോ. ഈ ഒരു കണ്ടെയ്നറിനകത്ത് ധാരാളം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തെ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഞാൻ എടുക്കുകയാണ്, ഒരു പ്രോപ്പർട്ടി പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എടുക്കാമെന്ന് വിചാരിക്കാം. സോ എനിക്ക് ആ പ്രഷർ 2-3 രീതിയിൽ അനലൈസ് ചെയ്യാം. ആ ഒരു കണ്ടെയ്നറിനകത്തുള്ള ടോട്ടൽ മോളിക്യൂൾസിൻ്റെ ഒരു ആവറേജ് പ്രഷർ എന്നുള്ള രീതിയിൽ എനിക്ക് അനലൈസ് ചെയ്യാം. ദാറ്റ് മീൻസ് ടോട്ടൽ വാല്യൂ or ആവറേജ് വാല്യൂ ആണല്ലോ. ദാറ്റ് മീൻസ് വി ആർ കൺസിഡറിങ് ദ ഓൾ സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു തെർമോഡൈനാമിക് മൊത്തം സിസ്റ്റത്തിനെ നമ്മൾ ഒരു ഓൾ ആയിട്ട്, ഒരു വലിയ ബിഗ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആവറേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിനാണ് ഒരു മാക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത്. അതേസമയം എനിക്കതിനകത്ത് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഓരോ മോളിക്യൂൾസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ പ്രഷർ നമുക്ക് വാല്യൂറ്റ് ചെയ്യാൻ പറ്റും ആണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അത് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്, വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ മോളിക്യൂൾസിൻ്റെയും എന്ത് പ്രോപ്പർട്ടിയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടി അനലൈസ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ കൺസിഡർ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അപ്പോൾ അതൊരു ഡെഫിനിഷനാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ എന്നുള്ളൊരു വേർഡ് അവിടെ വേണം, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് ഓരോ മോളിക്യൂൾസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ മെഷർമെന്റ് എടുക്കുന്നു അല്ലേ. ഒരു ടേമും കൂടി നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താണ് പറയാം? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. എക്സാമ്പിൾ എന്താ പറയുക? ഓക്കെ, സ്റ്റഡി ഓഫ് ആറ്റംസ്, ആറ്റോമിക് സ്ട്രക്ചർ ഇൻ മോളിക്കുലർ ഫിസിക്സ്. ഒരു മോളിക്കുലർ ഫിസിക്സിനകത്തെ അറ്റോമിക് സ്ട്രക്ചറിന്റെ ഒരു ആറ്റം എടുത്ത് ആ ആറ്റത്തിന്റെ മൂവ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്, പ്രഷർ അല്ലെങ്കിൽ കൊളീഷൻസ് ലെവൽ, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ഇപ്പോൾ തന്നെ ആ ഒരൊറ്റ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടി? 3 പോയിന്റ്സ് കിട്ടി. സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആറ്റം 1 പോയിന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന വേർഡ് 1 പോയിന്റ് ആണ്. എക്സാമ്പിൾ 1 പോയിന്റ് ആണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? 3 പോയിന്റ്സ് കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇതിൽ എഴുതാം. ഇതൊന്നും ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻഷിയേറ്റ് എന്നുള്ള ഫോമിൽ തന്നെ എഴുതാം. ഇനി ക്വസ്റ്റിൽ എന്തെങ്കിലും ചാൻസിൽ വാട്ട് യു മീൻ ബൈ എന്ന് ചോദിച്ചേക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ഒരു പാരഗ്രാഫ് പോലെ തന്നെ എഴുതിയാൽ മതി. ഇൻ കേസ്
അവർ ചോദിച്ചത് ഡിഫറൻഷിയേറ്റ് എന്നുള്ള വേർഡാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതേ സെന്റൻസ് 2 ഡിഫറൻറ്റ് കോളം വരച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ബൈ പോയിന്റ് ഇപ്പോഴത്തെ ഒരു 3 പോയിന്റ്, ഇപ്പോഴത്തെ ഒരു 3 പോയിന്റ്, ആ ഒരു ഫോം വിത്ത് എക്സാമ്പിൾ. മനസ്സിലാവുന്നല്ലോ? ഈ ഒരു ഫോമിൽ എഴുതിയാൽ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആ ഒരു ഫോമിൽ തന്നെ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്? ഇവിടെ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യുക? ബിഹേവിയർ ഓഫ് ഓൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, മൊത്തം മോളിക്യൂൾസിനെ ഒറ്റ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലേ. ബിഹേവിയർ ഓഫ് മോർ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്നാണ് പറയുക. സാധാരണഗതിയിൽ നമുക്ക് ഓരോ മോളിക്യൂൾസിനെ എടുത്ത് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്നോ അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയാറുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഒരു പ്രഷർ ഗേജ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടെയ്നറിനകത്തുള്ള ടോട്ടൽ ഫോഴ്സ് ആക്റ്റഡ് ബൈ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ദ ഫോഴ്സ് ആയിരിക്കും അല്ലേ. ആവറേജ് വാല്യൂ ഓഫ് ദ പ്രഷർ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ദ പ്രഷർ ഡിവൈഡ് ബൈ ദ ഏരിയ കണ്ടെയ്ൻഡ്, അതാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏത് ഒരു മെഷർമെന്റ് ആണ്? നമ്മുടെ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ആണ് അല്ലേ, അതായത് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. സോ ഈ ഒരു കൺസെപ്റ്റുവൽ ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 പോയിന്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക്. ഒരു തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന തെർമോഡൈനാമിക്സിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തെർമോ മീൻസ് ടെമ്പറേച്ചർ, ഡൈനാമിക് മീൻസ് എന്താണ്, ചേഞ്ച്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഹീറ്റ് എനർജി, വർക്ക്, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യും, ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് തന്നെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ഏത്? മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പഴയ സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ പോലും മനസ്സിലായിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് മൈക്രോസ്കോപ്പിക്കും മൈക്രോസ്കോപ്പിക്കും നമ്മൾ ഡിഫറൻസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനും ഇതിൽ നിന്ന് തന്നെ പഠിക്കുക, അല്ലാണ്ട് പാരാഗ്രാഫൈസ് എഴുതാൻ ചോദിക്കുക. ഇൻ കേസ് ഡിഫറൻഷിയേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ എന്താണ് 2 കോളം വരച്ച് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ഈ 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് കുറയാതെ തന്നെ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഡു യു മീൻ ബൈ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ? വാട്ട് ഡു യു മീൻ ബൈ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ? അപ്പം നിങ്ങൾക്ക് ഐഡിയൽ ഗ്യാസ് എന്താണെന്ന് അറിയാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് എ മെഷർമെന്റ് ഡിവൈസ്, റൈറ്റ്? മെഷർമെന്റ് ഡിവൈസ്. അപ്പം ഇത് ആക്ച്വലി ഒരു നമ്മുടെ മൊഡ്യൂൾ വായിച്ച് നോക്കിയപ്പം മനസ്സിലായുള്ള ഒരു കാര്യം പറയാം. ഇത് ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. എവിടെയോ അതിനെക്കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടെന്ന് മാത്രം. ഒരു 3 മാർക്ക് ക്വസ്റ്റനിൽ എഴുതാനുള്ള കാര്യങ്ങളൊന്നും ഇതില്ല. ഈ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടി ട്രിപ്പിൾ പോയിന്റ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതിനെയൊക്കെ വെച്ച് അപ്പോൾ ട്രിപ്പിൾ പോയിന്റ് 1-2 പോയിന്റ്സ് അവിടെ ഞാൻ പറയാം പ്രത്യേകം. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, then അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇനി എങ്ങാനും ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു സ്കെയിലാണ് എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവണം. മനസ്സിലാവുന്നല്ലോ? സോ അതിനൊരു പർട്ടിക്കുലർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ പോലത്തെ ഇതല്ല ഉദ്ദേശിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം ഡെഫിനിഷൻ. ദിസ് സ്റ്റാൻഡേർഡ് യൂസസ് ദ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആൻഡ് ദ ഐഡിയൽ ഗ്യാസ് ലോ. There are 2 fixed points. നമ്മൾ 2 ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടിയിട്ട് അവിടെ 2 കാര്യമാണ്. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററും അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ലോയും. എന്താണ് ഐഡിയൽ ഗ്യാസ് ലോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT അല്ലേ, PV = mRT. സോ ഈ 2 കൺസെപ്റ്റും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? അപ്പോൾ അവിടെ ടെമ്പറേച്ചർ മെഷർമെന്റ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്? ഈ 2 പോയിന്റ്സ് എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് ടെമ്പറേച്ചർ തെർമോമീറ്ററും അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസും. ഈ 2 വേർഡ് അത് ആ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. അത് വെച്ച് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം ഈ 2 ഫിക്സ്ഡ് പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഫിക്സ്ഡ് പോയിന്റ്? ഒന്നാമത്തത് ആബ്സല്യൂട്ട് സീറോ അല്ലെ. ആബ്സല്യൂട്ട് സീറോ, ദ പ്രഷർ ഈസ് സീറോ ഹിയർ. ആബ്സല്യൂട്ട് സീറോ പ്രഷർ കണ്ടീഷൻ. ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അത്രയും അതിന്റെ ഒരു കൺസ്ട്രക്ഷനിലേക്ക് പോകേണ്ടി വരും. ആ പോയിന്റ്സ് ഏതാണെന്ന് മാത്രം അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തത്, കാരണം 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, അത്രയും മതി. ആബ്സല്യൂട്ട് സീറോ. രണ്ടാമത്തത് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. അത് എല്ലാവർക്കും അറിയാം. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ലിക്വിഡ്, അതുപോലെ തന്നെ സോളിഡ് അല്ലെ, ഐസ് പോയിന്റ്, അതുപോലെ തന്നെ ഗേഷ്യസ് പോയിന്റ്. ഈ 3 പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറും ഉണ്ട് അല്ലെ. അത് ഏതാണെന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഈ 2 ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ മെഷർമെന്റ് നടത്തുന്നത്. ഓക്കെ, സോ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിനകത്ത് ആ 3 ഫേസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 273.16 കെൽവിൻ ആൻഡ് ദ പ്രഷർ ഹിയർ എന്ന് പറയുന്നത് 4.58 ടോർ. 4.58 ടോറിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 2 പോയിന്റ്സ് ഈ 2 ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ. ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ആ ക്വസ്റ്റിൽ നിന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ,
അറ്റ്ലീസ്റ്റ് 3 മാർക്കിന് ഒരു ഹാഫ് മാർക്ക് അവിടെ കിട്ടും. ഇനി നോക്കിയേ, ആ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ സ്കെയിലിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ T is equal to 273.16 Kelvin, ആ കെൽവിൻ ഇൻറ്റു P ഡിവൈഡ് ബൈ P അറ്റ് ദ TP പോയിന്റ് ഏതാണ്? നമ്മുടെ ടെമ്പറേച്ചർ, ആ പറഞ്ഞ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പോയിന്റ് തന്നെയാണ്. ട്രിപ്പിൾ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് P അറ്റ് TP എന്ന് പറയുന്നത്. ഓക്കെ, P ഡിവൈഡ് ബൈ P നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ ഡിവൈഡ് ബൈ TP എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ. ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ ടെമ്പറേച്ചർ യൂസിങ് ദ റിയൽ ഗ്യാസ് ദ പ്രഷർ മസ്റ്റ് ബി ആസ് ലോ ആസ് പോസിബിൾ. അല്ലേ, അത് അവർ മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊന്നും എഴുതിയാലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ കൂടി മെൻഷൻ ചെയ്യാം. എന്താണ് 273.16 ഇൻറ്റു P ഡിവൈഡ് ബൈ പ്രഷർ അറ്റ് ട്രിപ്പിൾ പോയിന്റ് കണ്ടീഷൻ. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ, ഒന്ന് എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ആ 2 ഫിക്സ്ഡ് പോയിന്റ്സ് എന്ന് എഴുതുക, ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അപ്പോൾ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ സ്കെയിൽ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ നമ്പർ 3, എക്സ്പ്ലെയിൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് മൊഡ്യൂൾ 2 വരുന്ന ഒരു ഭാഗമാണ്, അതായത് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ ആണ്. ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഹീറ്റ് ആൻഡ് വർക്ക് ഇൻട്രാക്ഷൻ എന്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ വാട്ട് ഈസ് ഹീറ്റ്, അതുപോലെ വാട്ട് ഈസ് വർക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം, കാരണം ഇതിനകത്ത് ഒരൊറ്റ മെയിൻ ആൻസർ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ഒരു സിസ്റ്റം എന്താണ്, ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് എങ്ങനെ ഹീറ്റ് സപ്ലൈ കൊടുക്കാം, ഹീറ്റ് സപ്ലൈ കൊടുക്കുമ്പോൾ അവിടുത്തെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്, അതേപോലെ സിസ്റ്റം ഒരു ഹീറ്റ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹീറ്റ് പുറത്തേക്ക് കളയുമ്പോഴുള്ള സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ വർക്കിന് അതേ പർട്ടിക്കുലർ കണ്ടീഷനിൽ ടു ദ സിസ്റ്റം ബൈ ദ സിസ്റ്റം എങ്ങനെയാണ് ആ സൈൻ കൺവെൻഷൻ, അത് മാത്രമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് 3 മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹീറ്റ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വർക്ക്, അതൊന്ന് മെൻഷൻ കൊടുക്കുക. നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി വിച്ച് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ആൻ അക്കൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലേ, ഒരു എനർജിയുടെ ഒരു ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ഒരു ഫോമാണ്, ഒരു രൂപഭേദമാണ് എന്ത് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത്. അല്ലേ, സോ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ ഒരു ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എന്താണ് നമ്മുടെ എനർജിയുടെ ഒരു വൺ ഓഫ് ദ ഫോം ആണ് എന്ത്, ഹീറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷന് ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാമെങ്കിൽ Q is equal to M into CP എന്താണ്, ഡെൽറ്റ ടി, MCPയോ MCVയോ ഉറപ്പില്ല, MCP ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ. ഇനി വാട്ട് അബൌട്ട് വർക്ക്, അവിടെ ഒരു കാര്യമുണ്ട്, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് അവിടുത്തെ ഹീറ്റിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ ഫോം. ഓക്കെ, ഇതിനടുത്തത് വർക്ക് എന്ന് പറയുന്നത് അതും ഒരു വർക്ക് എനർജിയുടെ മറ്റൊരു ഫോം തന്നെയാണ്, ട്രാൻസിയന്റ് ഫോം ഓഫ് എനർജി തന്നെയാണ്. എന്താണ്, when a force act upon a body causing a body to move and overcome continuously resistant work is said to be done. അതായത് നമ്മൾ ബേസിക്കലി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ബോഡിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവുക, അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ആ ബോഡിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ ഇറ്റ് ക്യാൻ സെറ്റ് ടു ബി എന്താണ്, അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിന്റെ ഇൻട്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക് എന്നുള്ളൊരു ഒരു ബേസ് ഐഡിയ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിനി അറിയേണ്ടത് ഈ ഹീറ്റും വർക്കും നമ്മൾ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്. അല്ലേ, നമ്മൾ ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്നത് 2 കാര്യങ്ങളെ ബേസാണ്, സിസ്റ്റം, സറൗണ്ടിങ്. വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു തെർമോഡൈനാമിക് സ്റ്റഡി അനലൈസ് ചെയ്യുന്ന ഒരു റീജിയനാണ്, ഒരു സ്പേസിനകത്തെ ഒരു പെർട്ടിക്കുലർ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് ദ തെർമോഡൈനാമിക് സ്റ്റഡി വിച്ച് വിൽ ബി കണ്ടക്റ്റഡ് ആണല്ലോ. ആ തെർമോഡൈനാമിക് സ്റ്റഡി അനലൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീജിയനെയാണ് നമ്മൾ എന്ത് പറയാം, സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ, അതിന് ചുറ്റുപാടുമുള്ള ഭാഗം, എനിത്തിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം, അത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, സറൗണ്ടിങ് എന്ന് പറയുന്നത് ആണല്ലോ. ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാവും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദിസ് ഈസ് ദ സിസ്റ്റം എന്ന് വിചാരിക്കുക. ദെൻ ദിസ് ഈസ് സിസ്റ്റം, ഇതിനപ്പുറത്തെന്ന് പറയുന്നത് എന്താണ്, സറൗണ്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതെന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ബൗണ്ടറിയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബൗണ്ടറി, ഇവിടെ 2 തരത്തിലുള്ള ട്രാൻസാക്ഷൻ, എനർജി ട്രാൻസാക്ഷൻ നടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഹീറ്റിൻ്റെ ട്രാൻസാക്ഷനും വർക്കിൻ്റെ ട്രാൻസാക്ഷനും, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന 2 മെത്തേഡാണ് എന്ത്, ഈ ഹീറ്റും വർക്കും, ഹീറ്റ് ഇൻട്രാക്ഷനും അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ 2 കാര്യങ്ങളാണ്, ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക, നേരെ റിവേഴ്സ് ആണ് തിരിച്ച്. ഓക്കെ, ഞാനിവിടെ ഹീറ്റിൻ്റെ കാര്യം പറയാം. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു സപ്ലൈ സം ഹീറ്റ് ടു ദ സിസ്റ്റം. ഓക്കെ, ഹീറ്റ് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹീറ്റിനെ ഇപ്പം 5 ജൂൾ ഓഫ് അല്ലെങ്കിൽ 5 കിലോ ജൂൾ ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു എന്താണ്, എ ഗ്യാസ് വിച്ച് കണ്ടെയ്ൻഡ് ഇൻ എ കണ്ടെയ്നർ എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു അവിടെ Q എന്ന് പറയുന്നത് ഇറ്റ് ഇസ് +5 കിലോ ജൂൾ.
ഓക്കെ, ദാറ്റ് മീൻസ് അവിടുത്തെ സൈൻ എന്തിനാണ്? പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അതേസമയം എന്താണ് 5 kJ ഓഫ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ലോസ്, ഹീറ്റ് ലോസ് ഇസ് ഒക്വേർഡ് ഡ്യൂറിംഗ് ദ പ്രോസസ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനകത്ത് ഹീറ്റ് ലോസ് ഇത്ര പെർസെൻറ്റേജ്, ഇത്ര kJ ഓഫ് ഹീറ്റ് ലോസ് ഒക്വേർഡ് ടു ദ സറൗണ്ടിങ് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ആ ഒരു സിസ്റ്റത്തിൽ നിന്നും ഈ 5 kJ ഓഫ് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ്, ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈൻ എന്താണ്? ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പോസിറ്റീവ്, സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. ദാറ്റ് ഈസ് എ സൈൻ കൺവെൻഷൻ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വർക്ക്. അല്ലേ, നമ്മളൊരു ഹീറ്റ് കൊടുത്ത് നമുക്ക് അവിടെ ഒരു വർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹീറ്റ് എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ some sort of heat is absorbed, then it process and to produce എന്താണ്? a work W എന്ന് പറഞ്ഞ വർക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ W വർക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ നമുക്ക് കിട്ടിയ വർക്ക്, സിസ്റ്റം നമുക്ക് ചെയ്തെടുക്കപ്പെട്ട വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം നമുക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ് ആണല്ലോ. സോ ഇവിടെ എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇറ്റ് ഈസ് പോസിറ്റീവ്, വർക്ക് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. എനർജി ഇൻട്രാക്ഷൻ, രണ്ട് കാര്യങ്ങൾ, വാട്ട് ഈസ് ഹീറ്റ്, വാട്ട് ഈസ് വർക്ക്. ദെൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് തമ്മിലുള്ള എനർജി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. സോ ഇവർ തമ്മിലുള്ള ആ ഒരു എന്താണ് എനർജി ഇൻട്രാക്ഷൻ സൈൻ കൺവെൻഷൻ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നൊരു എടുത്ത് പറഞ്ഞത് സൈൻ കൺവെൻഷൻ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു ഡയഗ്രം കൂടി കാണിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്, അധികം ടൈം ഒന്നും കൺസ്യൂം ചെയ്യുന്നതല്ല. ഇതേപോലത്തെ ഡയഗ്രം കൂടി കാണിച്ചാൽ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ എഴുതി വെച്ചേക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഇതിൽ മാറിപ്പോയത് ആരോ ഡയറക്ഷൻ മാറിപ്പോയാൽ ഉത്തരം തെറ്റാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഫിഗറോ അല്ലെങ്കിൽ ഒരു ചാർട്ടോ ഫ്ലോ ചാർട്ടോ ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് ആൻസർ ഗ്രാസ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ വാല്യൂ വലിച്ച് എഴുതുന്നതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള ഫിഗറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ പോലും വരച്ച ഫിഗറിലാണ് ആദ്യം കണ്ടുപോകുള്ളൂ. അത് തെറ്റാണെങ്കിൽ പിന്നെ അവർ നോക്കുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൻസർ അനുസരിച്ചുള്ള മാർക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയിലും എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്? രണ്ട് പാർട്ടായിട്ട് തന്നിരിക്കുന്നുണ്ട്. എ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ബി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഗീവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പ്രോപ്പർട്ടീസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സ്പെസിഫിക് ഹീറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനും കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനും. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, CP/CV അത് കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിനെയും സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന് എക്സ്പ്രസ് രണ്ട് പ്രോപ്പർട്ടിയാണ്. ഒന്ന് എൻതാൽപ്പിയും, രണ്ട് ഇന്റേണൽ എനർജി. ഓക്കെ, സോ അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് വെച്ച് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസിൽ ഏതിനാണ് ഇൻക്രിമെന്റ് ചോദിച്ചാൽ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഈ രണ്ട് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, ഹീറ്റ് കൊടുക്കുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഇക്വേഷൻ അറിയാം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, dq is equal to du plus dw. That means dq heat transfer which is equal to internal energy plus എന്താണ് dw. What is this dw? dw എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണ്. dw എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വർക്ക്, that means p into dv അല്ലേ, p dv വർക്ക് ആണ്. റൈറ്റ്, കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻ ആണെങ്കിൽ അവിടെ വോളിയം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വർക്ക് w ഈസ് ഈക്വൽ ടു p dv എന്ന് പറഞ്ഞ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വോളിയം സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്ത് ഇൻക്രീസ് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുന്ന? ഇൻക്രീസ് ചെയ്യാൻ ഓഫ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ആയിരിക്കും ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരിക. ഇന്റേണൽ എനർജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ആയിട്ട് വരുന്നത്. സോ അത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതി വർക്കിന്റെ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണ് p dv വർക്ക് 0 ആയി കാണിച്ചു കൊടുക്കുക. dq is equal to du. ഇന്റേണൽ എനർജിക്കാണ് അവിടെ ഇൻക്രിമെന്റ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ്? ഗീവ് ദ എക്സ്പ്രഷൻ ഫോർ. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇനി അതിന്റെ 1 മാർക്ക് ഇതേപോലെ തന്നെ അപ്പുറം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹാഫ് മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് മാർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. ദെൻ ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലെ, CV ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇന്റേണൽ എനർജി? u is equal to m into CV into this delta T. ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ എന്നിട്ട് m എന്താ, CV എന്താ, delta T, അത്രയേ ഉള്ളൂ. ജസ്റ്റ് അവർ ഇൻ ടേംസ് ഓഫ് അതിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ mCV delta T അത്രേ ഉള്ളൂ.
ഇനി ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഓൾറെഡി നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, UC/MCV ഡെൽറ്റ ടി ഇറ്റ്സ്. ഇതേ കണ്ടീഷൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് എവിടെ, നമ്മുടെ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിൽ. അപ്പോൾ CP വരുമ്പോൾ അത് എൻതാൽപ്പി ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം അല്ലേ. സോ എൻതാൽപ്പി ഇക്വേഷൻ അറിയാം. എന്താണ് എൻതാൽപ്പി ഇക്വേഷൻ? ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V അല്ലേ. കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ P പോസിറ്റീവ്. സോ ഇവിടെ ഈ ഹീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ചാൻസ് അവിടുത്തെ ഇന്റേണൽ എനർജി ഈസ് ഓൾസോ പോസിറ്റീവ്, വോളിയം ഈസ് ഓൾസോ പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ H ഈസ് പോസിറ്റീവ്, റൈറ്റ്. എൻതാൽപ്പി ഈസ് പോസിറ്റീവ്. എൻതാൽപ്പി വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താ, ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് എൻതാൽപ്പി ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻസിൽ അവിടെ ഇൻക്രിമെന്റ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ എൻതാൽപ്പി വാല്യൂ ആണ് ഇൻക്രിമെന്റ് ചെയ്തിരുന്നത്. സോ ഇക്വേഷൻ ഓഫ് എൻതാൽപ്പി എഴുതാൻ പറഞ്ഞാൽ ഇത് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഡെൽറ്റ H എന്തായിരിക്കും, MCP. H MCP ഇൻറ്റു എന്തായിരിക്കും, ഡെൽറ്റ ടി, വേർ CP ഇസ് ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ പഠിക്കാനായിട്ടൊന്നുമില്ല, ഇത് നിങ്ങൾ ലോജിക്കലായിട്ട് എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഇത് ഓർത്ത് വയ്ക്കാൻ, ഒരു കാര്യം ഓർത്ത് വെക്കുക. സ്പെസിഫിക് ഹീറ്റിനെ ബേസ് ചെയ്താണ് അവർ ചോദിക്കുന്നതെങ്കിൽ CP/CV, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ രണ്ട് കേസിലും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എൻതാൽപ്പി, കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്, ഇന്റേണൽ എനർജി. ഇത് രണ്ടും ഒന്ന് ഇതാക്കി വെക്കുക. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ 2 മാർക്കും 1.5 + 1/2 1/2 + 1/2 1.5 + 1.5 3 മാർക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടും. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റ് തന്നെ ആൻസർ സോൾവ് ചെയ്ത് വിടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് നോക്കാം. വാട്ട് ആർ ദ കോസസ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി ഓഫ് എ പ്രോസസ്? കോസസ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി ഓഫ് പ്രോസസ്. നമുക്കറിയാം തെർമോഡൈനാമിക് പ്രോസസിന്റെ ക്ലാസിഫിക്കേഷൻ എടുത്താൽ റിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ പ്രോസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. റിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഐഡിയൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്വാസീവ് സ്റ്റാറ്റിക്കലി. വാട്ട് യു മീൻ ബൈ ക്വാസീവ് സ്റ്റാറ്റിക്കലി? ദ പ്രോസസ് ദാറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻഫൈനൈറ്റിസിമലി സ്ലോലി. ഇൻഫൈനൈറ്റ് വളരെ സ്ലോ ആയിട്ട് ഓരോ സ്റ്റേറ്റ് പോയിന്റ്സും കറക്റ്റ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടൊരു തെർമോഡൈനാമിക് പ്രോസസ് നടക്കില്ല. മിക്കവാറും മെക്കാനിക്കൽ വർക്കുകളും മെക്കാനിക്കൽ ഫ്രിക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കേസിൽ നടക്കില്ല അല്ലേ. സോ അങ്ങനെ അല്ല നടക്കുന്ന പ്രോസസ് ഐഡിയൽ ആക്ച്വൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും മെയിൻ ആയിട്ടും 2 കണ്ടന്റാണ്, 2 കോസാണ് മെയിൻ ആയിട്ടുള്ളത്. ആ 2 കോസ് എഴുതണം. പറ്റുമെങ്കിൽ എക്സാമ്പിൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, 2 കോസിൽ ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇക്വിലിബ്രിയം ഡ്യൂറിംഗ് ദ പ്രോസസ്. ഞാൻ അത് പറയാനുള്ള കാരണം സ്റ്റാറ്റിക് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ എന്താണ് റിവേഴ്സൽ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു പ്രോസസ് 1 നിന്ന് 2ലേക്ക് നടക്കുവാണ്, 1 നിന്ന് 2ലേക്ക് നടക്കുവാണ് അല്ലേ. സോ ഇങ്ങനെ ഒരു പ്രോസസ് നടക്കുമ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റേറ്റ് പോയിന്റ്സിനെയും നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ്സ് എന്നാണ് പറയാം. ഇത് റിവേഴ്സിബിൾ ആയിട്ട് നടക്കണമെങ്കിൽ 1 to 2 നടന്ന അതേ കണ്ടീഷൻ 2 to 1 നടക്കണം. അതും ഇൻ ദ സെയിം ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആക്ച്വൽ കേസിൽ നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് അറ്റൈൻസ് അനദർ പാത്ത്, വേറൊരു പാത്ത് ക്യാരി ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇറിവേഴ്സിബിൾ അല്ല എന്ന്. പ്രോസസ് തിരിച്ച് നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രോസസ് തിരിച്ച് നടക്കുമായിരിക്കാം, പക്ഷേ സെയിം ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ഫസ്റ്റ് കോസസ് ഓഫ് റിവേഴ്സിബിലിറ്റി. രണ്ടാമത് ഇൻവോൾവ്മെന്റ് ഓഫ് ഡിസിപ്പേറ്റീവ് എഫക്ട്സ്. ഈ ഡിസിപ്പേറ്റീവ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുക, എന്തെങ്കിലും ഹീറ്റ് ഫ്രിക്ഷൻ ഒക്കെ ഡിസിപ്പേറ്റീവ് എഫക്ട്സിലൊക്കെ വരുന്നതാണ്. 2 വസ്തുക്കൾ തമ്മിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, റബ്ബിങ് വരും, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അഡീഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് സം ഹീറ്റ് ട്രാൻസ്ഫർ, ഡിസിപ്പേഷൻ സംഭവിക്കുന്നത് എന്തിൻ്റെ എഫക്റ്റ് ആണ്, ഈ പറഞ്ഞ ഈ നമ്മുടെ ഇറിവേഴ്സിബിലിറ്റി എഫക്ട്സ് ആണ്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നോക്കിയേ, എക്സാമ്പിൾസ് ലാക്ക് ഓഫ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് എക്സാമ്പിൾ പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ എ ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രഷർ ഇക്വിലിബ്രിയം വിത്തിൻ ദ ഇന്റീരിയർ ഓഫ് ദ സിസ്റ്റം ഓർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വിലിബ്രിയത്തിലുള്ള ലോസ്, അതുപോലെ ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ്, ഇതെല്ലാം എന്താണ് ലാക്ക് ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ എക്സാമ്പിൾ ആണ്. അപ്പം ഞാനിത് പോയിന്റ്സ് കൂടാൻ വേണ്ടിയിട്ട് ഈ ലാക്ക് ഓഫ് ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ആഡ് ചെയ്യുന്നു മാത്രം. ഈ 3 കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, മെയിനായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് ലാക്ക് ഓഫ് ഇക്വിലിബ്രിയം, പിന്നെന്താണ് ഡിസിപ്പേറ്റീവ് എഫക്ട്. ഡിസിപ്പേറ്റീവ് എഫക്റ്റിനെ ചോദിച്ചാൽ നിങ്ങൾ ഫ്രിക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ഹീറ്റ് ലോസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ക്ലിയർ ആയിരിക്കും, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായി വിചാരിക്കുന്നു. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 ക്വസ്റ്റ്യൻ 5 into 3 15 മാർക്ക്.
ബാലൻസ് ഉള്ള 5 ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഓരോ ടോപ്പിക്സും പറയുന്ന ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൽ ആൻസർ ചെയ്യേണ്ട മെത്തേഡും നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കീപ് വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് അടുത്ത സെഷൻ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കീപ് വാച്ചിങ്. താങ്ക് യു.